ഉത്തർപ്രദേശിലുണ്ടായ ബസ് അപകടത്തിൽ 18 പേർ മരിച്ചു. ആഗ്ര ലക്നൌ ദേശീയപാതയിൽ ഉന്നാവോയിലാണ് ഇന്ന് പുലർച്ചെ 5 മണിയോടെ അപകടമുണ്ടായത്. ബീഹാറിൽ നിന്ന് ഡൽഹിയിലേക്ക് പോയ ഡബിൾ ഡെക്കർ ബസ് ടാങ്കർ ലോറിയുമായി ഇടിക്കുകയായിരുന്നു. വിവരങ്ങളുമായി അർജുൻ പീതാംബരൻ ചേരുന്നു. അർജുൻ, ഈ അപകടം സംബന്ധിച്ച വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഈ അപകടത്തിന്റെ പരിക്കേറ്റവരെയും ഒക്കെ ആശുപത്രികളിലേക്ക് മാറ്റിയിട്ടുണ്ടോ? അവരുടെയൊക്കെ ആരോഗ്യനില തൃപ്തികരമാണോ? മൂന്ന് പേരുടെ നിലവിൽ ഗുരുതരമാണ്. 19 പേർക്കാണ് ആകെ പരിക്കേറ്റിരിക്കുന്നത്. അതിൽ 3 പേരുടെ നിലയാണ് ഇപ്പോൾ ഗുരുതരമായിട്ടുള്ളത്. പരിക്കേറ്റവരെല്ലാം തന്നെ ഈ അപകടം നടന്ന സ്ഥലത്തിന് തൊട്ടടുത്തുള്ള കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലാക്കിയിരിക്കുകയാണ്. ഗുരുതരമായി പരിക്കേറ്റവരെ മറ്റ് മികച്ച ചികിത്സ ലഭിക്കുന്ന മറ്റ് ആശുപത്രിയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ ഈ യോഗി ആദിത്യനാഥ്, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിൻ്റെ നിർദ്ദേശപ്രകാരം അധികാരികളെല്ലാം തന്നെ ഈ അപകട സ്ഥലത്തേക്ക് ഉന്നാവോയിലേക്ക് വരുന്നുണ്ട്. സ്ഥിതിഗതികൾ നേരിട്ട് വിലയിരുത്തി അവിടെ പരിക്കേറ്റവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു നൽകാൻ വേണ്ടിയിട്ടുള്ള നടപടിയിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ കടന്നിരിക്കുന്നത്. ഈ അമിത വേഗത്തിലായിരുന്നു ഈ ബസ്, ഈ ഡബിൾ ഡെക്കർ സ്ലീപ്പർ ബസ്സാണ് ബീഹാറിൽ നിന്നും ഡൽഹിയിലേക്ക് വരുന്നത്. കൂടുതലും ഈ അതിഥി തൊഴിലാളികളും അതുപോലെ തന്നെ ഈ ഡൽഹിയിൽ സ്ഥിരതാമസമാക്കിയിരിക്കുന്ന ബീഹാറിലെ ആളുകളുമാണ്. ബസ്സിൽ എത്ര പേരുണ്ടായിരുന്നു എന്നുള്ളൊരു കൃത്യമായിട്ടുള്ളൊരു സ്ഥിരീകരണമില്ല. കാരണം ഈ ബുക്ക് ചെയ്തവന് പുറമെ ആളുകളെ റോഡരികിൽ നിന്നൊക്കെ സാധാരണ ഈ ബസ് ജീവനക്കാർ ഒരു വ്യത്യസ്തമായിട്ടുള്ള ടിക്കറ്റ് നിരക്കിൽ കയറ്റി കൊണ്ടുവരാറുണ്ട്. അങ്ങനെ വലിയ രീതിയിലുള്ള തിരക്കൊക്കെ ഈ സാധാരണ ബസ്സുകളിൽ ഇത്തരത്തിൽ ബീഹാറിൽ നിന്ന് വരുന്ന ബസ്സുകളിൽ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഈ ഒരു ബസ്സിൻ്റെ അപകടം എന്ന് പറയുന്നത് അത് അമിത വേഗമായിരുന്നു. ഒരു ടാങ്കർ ലോറി, മിൽക്ക് ടാങ്കർ ആയിരുന്നു. ആ ടാങ്കറിലൂടെ പുറകു വശത്ത് ചെന്ന് ഇടിച്ചാണ് വലിയ ദുരന്തത്തിലേക്ക് വഴിവെച്ചിരിക്കുന്നത്. ഉന്നാവോയിലാണ് അപകടമുണ്ടായത്. രാവിലെ 5:15-ന് 18 പേർക്ക് മരണം സംഭവിച്ചിരിക്കുന്നു. 19 പേർ പരിക്കേറ്റ് ചികിത്സയിലാണ്. അതിൽ 3 പേരുടെ നില ഇപ്പോൾ ഗുരുതരമാണ്. ശരി അർജുൻ.